നമ്മൾ എപ്പോഴും പരാതി പറയുന്നവരാണ് അല്ലേ? എനിക്ക് ആ ഡ്രസ്സില്ല, ഈ ഫോണില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് പണമില്ല. അങ്ങനെ പരാതികളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ടാകും. എന്നാൽ ഒരു നിമിഷം ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലെ ജനറൽ വാർഡിലൂടെ നടന്നിട്ടുണ്ടോ? ഒരിക്കൽ ഒരു യുവാവ് തൻ്റെ ബൈക്കിൽ വളരെ വേഗത്തിൽ പോവുകയായിരുന്നു. പുതിയ ഫോൺ കിട്ടാത്തതിൻ്റെ സങ്കടത്തിലായിരുന്നു അവൻ. പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ അവൻ ഹോസ്പിറ്റലിലാണ്. തൻ്റെ കാലുകൾ ചലിപ്പിക്കാൻ അവൻ കഴിയുന്നില്ല. തൊട്ടടുത്ത ബെഡിൽ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വൃദ്ധനെ അവൻ കണ്ടു. ആ വൃദ്ധൻ ഓരോ ശ്വാസത്തിനും വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. ആ നിമിഷം ആ യുവാവ് ചിന്തിച്ചു, ഇത്രയും കാലം ഞാൻ ശ്വസിച്ച വായുവിന് ഞാൻ എന്തെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കൈകാലുകൾ അനക്കാൻ കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ അള്ളാഹുവെ സ്മരിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും അള്ളാഹു നമുക്ക് തന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന നിധികളാണ്. കണ്ണുണ്ടായിട്ടും ഖുർആൻ ഓതാത്തവർ, കാതുണ്ടായിട്ടും നല്ലത് കേൾക്കാത്തവർ, ആരോഗ്യമുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ മുന്നിൽ തലകുനിക്കാത്തവർ, നമ്മളെക്കാൾ വലിയ നിർഭാഗ്യവാന്മാർ വേറെ ആരുണ്ട്? നമ്മൾ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ മറന്നു പോകുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ ദിവസം നമുക്ക് ലഭിച്ച ബോണസാണ്. എത്രയോ ആളുകൾ ഇന്ന് പുലർച്ചെ എഴുന്നേറ്റിട്ടില്ല. എത്രയോ ആളുകൾ ഇന്ന് ഹോസ്പിറ്റലിൽ ബെഡിലാണ്. നിങ്ങൾക്ക് ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സന്തോഷിക്കൂ, അൽഹംദുലില്ലാ എന്ന് ഹൃദയം തുറന്നു പറയൂ. ഈ വീഡിയോ കാണുന്ന നിമിഷം ഒന്ന് കണ്ണടച്ച് ആലോചിക്കൂ. അള്ളാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അത് താഴെ കമൻറ്റ് ചെയ്യൂ. നന്ദിയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.